ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന നല്ല അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം. ക്ലൈമാക്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സീരിയൽ എത്ര നാൾ ഉണ്ടാവുന്നതിന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. എനിക്ക് തോന്നുന്നു അധികം നാൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. പ്രൊമോവും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ ചന്ദ്രഗിരിയിൽ നിന്ന് ചന്ദ്രകാന്ത സീരിയൽ നിർത്തിയത് കണ്ടില്ലേ, അതുപോലെ തന്നെ പെട്ടെന്ന് തീർക്കാൻ തന്നെയാണ് ചാൻസ്. എന്തായാലും ഇതിൻ്റെ അവസാന ഭാഗം നമ്മുടെ അശ്വിൻ്റെയും ശ്രുതിയുടെ മാരേജിൻ്റെ എപ്പിസോഡ് തന്നെയാണ്. മാരേജ് കാണിക്കുമൊന്നും പ്രതീക്ഷയൊന്നും ഇല്ല. മാരേജാണ് ആഘോഷവും നടത്താവുന്നിട്ട് അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരിക്കുന്ന വല്ല ഭാഗവും കാണിച്ചിട്ട് ശുഭം എന്ന് എഴുതി കാണിക്കാനാണ് ചാൻസ്. എന്തായാലും നമ്മുടെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോണത് വേറൊന്നുമല്ല. അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ അടുത്ത് വരുന്നുണ്ട്. ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ശ്രുതി ഇവിടെ വാടക പൈസ ഒത്തിരി കൊടുക്കാനുണ്ടെന്നറിയാം, ഞാൻ കൊടുക്കാം ശ്രുതി, അതുകൊണ്ടല്ലേ വെള്ളവും കരണ്ടൊന്നും ഇന്നില്ലാത്തത് എന്ന് ചോദിക്കുകയാണ്. വേണ്ട, വെള്ളത്തിൻ്റെ ബില്ലും കരണ്ടിൻ്റെ ബില്ലും വീടിൻ്റെ വാടകയൊക്കെ ഞാൻ തന്നെ കൊടുത്തോളാം. എന്തിനാ ശ്രുതി നീ ഇങ്ങനെ വാശി കാണിക്കണത്? ഈ വാശി കൊണ്ട് നീ എന്താ നേടാൻ പോണത്? ഇതെന്താ ശ്രുതി, എൻ്റെ അമ്മായിയുടെ വീട് കൊണ്ടല്ലേ നീ എന്താ ആ രീതി കാണാത്തത്? നീ ഇപ്പോൾ അശ്വിൻ സാറാം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് നിൻ്റെ സ്വന്തം വീടായിട്ട് കാണുന്നില്ലേ? അതുപോലെ നിൻ്റെ വീട് ഞാൻ സ്വന്തമായിട്ട് കാണുന്നതില്ലേ? നിനക്കെന്താ ശ്രുതി ഇത്ര ബുദ്ധിമുട്ടെന്ന് ചോദിക്കുകയാണ്. ശ്രുതി പറയുന്നുണ്ട്, സാർ അങ്ങനെ കാണണ്ട എന്ന് പറയാണ്. എനിക്ക് മനസ്സിലായി നീ അങ്ങനെ കാണണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന്. നമ്മുടെ എഗ്രിമെൻറ്റിൻ്റെ ടൈം കഴിയാൻ ഇനി 3-4 ദിവസമുള്ളൂ, അതുകൊണ്ടല്ലേ നീ അങ്ങനെ പറയണത്. സാർ എന്തൊക്കെ പറഞ്ഞാലും സാർ ഇതിൻ്റെ പൈസ ഒന്നും തന്നെ കൊടുക്കേണ്ട ശ്രുതി, നിനക്ക് ഒരിക്കലും കൊടുത്തു തീർക്കാൻ പറ്റാത്ത അത്ര തുകയുണ്ടെന്ന് എനിക്കറിയാം. അത്രയും ദിവസം നിൻ്റെ അച്ഛൻ ഇവിടെ വീർത്ത് കുളിച്ച് കിടക്കണമെന്നാണ് നീ പറയണത്, വെള്ളമില്ലാതെ അവർ കഷ്ടപ്പെടണമെന്നാണ് നീ പറയണത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി കരയാണ്. അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, ശ്രുതി നീ വിഷമിക്കേണ്ട, ഞാൻ തന്നെ എല്ലാ പൈസയും കൊടുക്കാം എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും നിങ്ങളുടെ കടം വീട്ടും എന്ന് പറയാണ്. അശ്വിന് ചിരി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അശ്വിൻ തന്നെയാണ് വീടിൻ്റെ വാടകയും കരണ്ട് ബില്ലും അതുപോലെ തന്നെ കരണ്ട് ബില്ലും വെള്ളത്തിൻ്റെ ബില്ലും എല്ലാ ബില്ലും അശ്വിൻ തന്നെ അടയ്ക്കുന്നുണ്ട്. ശേഷം ശ്രുതി അടുത്ത് പറയുന്നുണ്ട്, ശ്രുതി നമുക്കെന്നാൽ വീട്ടിലേക്ക് പോയാലോ എന്ന് പറയണം. ശരിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും അശ്വിനും കൂടി തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. ശ്രുതിനെ കാണുമ്പോൾ തന്നെ അഞ്ജലി വരുന്നുണ്ട്. അഞ്ജലി എന്നിട്ട്, ശ്രുതി നീ വന്നല്ലോ, അമ്മായിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അശ്വിനും ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോട്ടോ. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അഞ്ജലി ചേച്ചി എന്ന് പറയുന്നുണ്ട്. ശ്രുതി എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, അത് വേറൊന്നല്ല ശ്രുതി, നീ എന്നോട് ക്ഷമിക്കും ശ്രുതി എന്ന് പറയാണ്. എന്തിനാ അഞ്ജലി ചേച്ചി ചേച്ചിയോട് ക്ഷമ ചോദിക്കണത്? അല്ല, ഞാൻ ഒരുപാട് നിന്നെ തെറ്റിദ്ധരിച്ചു, നല്ലത് ഏതാണ് ചീത്തതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഭർത്താവിനെ കണ്ണടച്ച് വിശ്വസിച്ചു, അതാണ് എൻ്റെ ജീവിതം പരാജയപ്പെടാൻ കാരണം. ഞാനെന്നല്ല, ഭർത്താക്കന്മാരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന എല്ലാ ഭാര്യമാരുടെ അവസ്ഥ ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ഇനിയുള്ള കാലം എൻ്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞിനെ വേണ്ടിയിട്ടും പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ഭാര്യയായിട്ടുള്ള നിനക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിയുടെ മുഖം ആകെ മാറുവാട്ടോ. അഞ്ജലി ചോദിക്കേണ്ട, എന്താ ശ്രുതി നിൻ്റെ മുഖം മാറിയത്? എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ എഗ്രിമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞിരുന്നു കേട്ടോ. ചേച്ചിയെടുത്ത് പറഞ്ഞിരുന്നു എന്ന്? അതെ, കഴിഞ്ഞ ദിവസം എന്നോട് എല്ലാ കാര്യങ്ങളും അവൻ തുറന്നു പറഞ്ഞു. എനിക്കിപ്പോൾ നിന്നോടും എൻ്റെ കുഞ്ഞിനോടൊക്കെ വല്ലാത്തൊരു ബഹുമാനവും ഒരു ഇഷ്ടമൊക്കെ കൂടുതൽ തോന്നുവാണ്. കാരണം അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനത്തെ ഒരു ബന്ധത്തിൽ വീഴുന്നത്. അത് ഇത്തിരി നിന്നെ പോലത്തെ നല്ലൊരു പെൺകുട്ടിയെ തന്നെ അവൻ കണ്ടുപിടിച്ചല്ലോ. എന്തായാലും ഞങ്ങൾ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയാണ്. തീരുമാനങ്ങളോ? അതെന്താന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് പറയാണ്. എന്തായാലും ഇന്നിവിടെ ഒരാൾ വരുന്നുണ്ട്. ആളോ? അതാരാ? അതും സർപ്രൈസാണ് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോവാണ്. ഇന്നാരാ ഇവിടെ വരാനായിട്ട്? ആർക്കറിയാം എന്ന് വിചാരിച്ചിട്ട് ശ്രുതി അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് ഒരു മുത്തശ്ശി വരുന്നുണ്ട്. ശ്രുതി കാണുന്നൊന്നുമില്ല കേട്ടോ. ശ്രുതി ദൂരത്ത് നിന്നിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചീറ്റിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ മുത്തശ്ശി വരുന്നത്. മുത്തശ്ശി വരുമ്പോൾ തന്നെ ശ്രുതിയുടെ വെള്ളം പെട്ടെന്ന് അച്ഛമ്മയുടെ മേത്തേക്ക് വീഴണം. എന്താ ഇത്? എന്താ ഈ കുട്ടി കാണിക്കണത്? എന്നെ ഫുള്ള് നനച്ചല്ലോ. അയ്യോ സോറി, ഞാൻ കണ്ടില്ലായിരുന്നു നിൻ്റെ മുഖത്തെന്താ കണ്ണില്ലേ പെണ്ണെ എന്ന് ചോദിക്കുകയാണ്. സോറി ക്ഷമിക്കണം കേട്ടോ എന്ന് പറയുമ്പോഴേക്കും, നിൻ്റെ പേരെന്താ? എൻ്റെ പേര് ശ്രുതി. ഓ, ഇവിടുത്തെ അശ്വിൻ സായിറാമിൻ്റെ ഭാര്യ അല്ലേ? എഗ്രിമെൻ്റ് ഭാര്യ. ഇവർക്കിതൊക്കെ എങ്ങനെ അറിയാം എന്ന് ശ്രുതി വിചാരിക്കുകയാണ്. എന്തായാലും നിനക്ക് ഇത്തിരി അഹങ്കാരം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം നിന്നെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ് അച്ഛമ്മ. അച്ഛമ്മനെ കാണുമ്പോൾ തന്നെ അഞ്ജലിയും അശ്വിനും എല്ലാവരും ഓടി വരുന്നുണ്ട്. ആ അച്ഛമ്മയെന്ന് പറഞ്ഞിട്ട് കാല് തൊട്ട് ഇങ്ങനെ വണങ്ങുകയാണ്. ശ്രുതി ഇങ്ങനെ ചോദിക്കേണ്ടത്, ഇത് ആരാ എന്ന് പ്രീതിയിൽ ചോദിക്കുമ്പോൾ, ഇത് നിനക്ക് അറിയില്ലല്ലേ? എന്നിട്ട് ആകാശേട്ടൻ ഇന്ന് രാവിലെ പറഞ്ഞത് ഇതിവിടുത്തെ അച്ഛമ്മയാണെന്ന്. അച്ഛമ്മയോ? അതേന്നേ എന്ന് പറയുമ്പോഴേക്കും പ്രീതി അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. ഓ, ഇത് ആകാശിൻ്റെ ഭാര്യയല്ലേ, നന്നായിട്ട് വരും. ശ്രുതിയും അനുഗ്രഹം വാങ്ങിക്കുമ്പോഴേക്കും ഒരു അഹങ്കാരിയാണ് ഇവള് എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ പറയണ്ടില്ല അച്ഛമ്മേ, ഇവളൊരു പാവാണ് എന്ന് പറയുമ്പോഴേക്കും അതെനിക്ക് മനസ്സിലായി, ആദ്യ കൂടിക്കാഴ്ച തന്നെ മനസ്സിലായി എന്ന് പറയാണ്. അപ്പോൾ അശ്വിൻ ചോദിക്കേണ്ട, എന്തു പറ്റി ശ്രുതി? ഒന്നുമില്ല അശ്വിൻ സാർ, ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അച്ഛമ്മ വന്നത് ഞാൻ കണ്ടില്ല, കുറച്ച് വെള്ളം മേത്ത് വീണു. ഓ അച്ഛമ്മേ, കുറച്ചൊരു പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമാണ്, പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിങ്ങനെ അശ്വിൻ പറയുന്നുണ്ട്.
ശേഷം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അശ്വിൻ പറയണ്ട അച്ഛമ്മടുത്ത് വരാൻ പറഞ്ഞ കാര്യം അറിയാലോ. എനിക്ക് മനസ്സിലായി, അഞ്ജലി മോളെല്ലാം പറഞ്ഞിരുന്നു. നിനക്ക് ആ കുട്ടീനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? അതെ, എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ ഭാര്യയായിട്ട് ശ്രുതിനെ വേണമെന്ന് തന്നെ ആഗ്രഹം. അവൾ തന്നെ മതി എനിക്ക് ഭാര്യയായിട്ട്. അപ്പം എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ വിവാഹം ചെയ്യണമെന്നുണ്ട്. അത് നടക്കില്ല എന്ന് പറയാണ്. എന്താ അച്ഛമ്മ എന്താ ഇങ്ങനെ പറയണത്? എനിക്ക് അവളെ ഇഷ്ടമില്ല, അതെന്നെ കാരണം. അച്ഛമ്മേ, വേറെ ആർക്കും ഇഷ്ടമില്ലോ ഇല്ലെങ്കിലും എൻ്റെ ഭാര്യയായിട്ട് അവൾ മതി. അത് അവളില്ലെങ്കിൽ എനിക്കിനി കല്യാണവും വേണ്ട, ഒന്നും വേണ്ട, എന്നെ ആരും ഒന്നിനും നിർബന്ധിക്കുകയും വേണ്ട എന്ന് പറയുമ്പോൾ അഞ്ജലി പറഞ്ഞിട്ട്, നീ എന്താ ഇങ്ങനെ? അച്ഛമ്മ എന്താ അച്ഛമ്മേ? അവനെ ഇത്രയും നാൾ അവൻ കല്യാണം കഴിക്കുന്നില്ല, ആകെ ഒരു വിഷമത്തിലായിരുന്നു നമ്മൾ. ഇപ്പോൾ അവന് കല്യാണപ്രായം കഴിഞ്ഞ് ഇപ്പോഴും അവൻ കല്യാണം കഴിക്കാതിരിക്കുമ്പോൾ അച്ഛമ്മ ഇപ്പോഴും ഇങ്ങനെ തന്നെ പറയണത് എന്താണ്? ശ്രുതി നല്ല പെൺകുട്ടിയാണെന്ന് പറയുമ്പോൾ, അവൾ നിങ്ങൾക്കൊക്കെ നല്ല പെൺകുട്ടിയായിരിക്കും, എനിക്കങ്ങനെ അങ്ങോട്ട് തോന്നിയില്ല എന്നൊക്കെ അച്ഛമ്മ പറയാണ്. അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് വരാത്ത വിഷമം തോന്നണം കേട്ടോ. ശ്രുതി അച്ഛമ്മടുത്ത് സോറി പറയണ്ട്. അച്ഛമ്മേ, എന്നോട് ക്ഷമിക്കണം, ഞാൻ ആളറിയാതെയാണ് അങ്ങനെ ചെയ്തത്. ഞാൻ ഒരിക്കലും കണ്ടിരുന്നില്ല. അച്ഛമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം. അച്ഛമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കണമെന്നില്ല. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിക്കോളാം. ഓഹോ, അപ്പോൾ അത്രയേ ഉള്ളൂ നിനക്ക് ഈ അശ്വിനോടുള്ള സ്നേഹം അല്ലേ? ഞാനത് പരീക്ഷിച്ചതാണ് നിങ്ങൾ എന്ത് പറയുമെന്ന് അറിയാനായിട്ട്. എടി പെണ്ണെ, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായി. നമ്മുടെ മുത്തശ്ശി എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ വന്നതേ 1-2 ദിവസം നിൽക്കാനല്ല, ഇനിയുള്ള കാലം നിങ്ങളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാനാണ്. പ്രീതിയും അതുപോലെ തന്നെ പ്രീതിയുടെ കുഞ്ഞും ശ്രുതിയുടെ ലക്ഷ്മിയുടെ കുഞ്ഞും നമ്മുടെ അഞ്ജലി മോളുടെ കുഞ്ഞും നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കണ്ണടക്കണമെന്നാണ് ഞങ്ങളുടെ വയസ്സായ ആൾക്കാരുടെ ആഗ്രഹം അല്ലേ എന്ന് മുത്തശ്ശിയോട് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയാണ്. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി തന്നെ അശ്വിൻ്റെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും വിവാഹം ആഘോഷമായിട്ട് നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ശ്രുതിക്കും അശ്വിനും ഭയങ്കര സന്തോഷമാവട്ടെ. അപ്പോൾ എല്ലാവരെയും വിളിക്കുന്നുണ്ട് ആഘോഷമായിട്ട് നടത്താൻ വേണ്ടി തന്നെ. ശ്രുതിയും അശ്വിനും വീണ്ടും ചെറിയ പിണക്കങ്ങളും വഴക്കുകളൊക്കെ ആയിട്ട് അവരുടെ ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാണ്. എന്തിനാ വിവാഹത്തിന് തലേ ദിവസം പോലും ചെറിയ വഴക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ശ്രുതിക്ക് ചെറിയൊരു സമ്മാനം സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഒരു ബൊമ്മ മേടിക്കുന്നുണ്ട് അശ്വിൻ. അത് ജസ്റ്റ് കർട്ടൻ്റെ ഇടയിൽ വെക്കുന്നുണ്ട്. ശ്രുതി അത് അങ്ങനെ വാതിലിൻ്റെ അപ്പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു പെണ്ണിനോട് അശ്വിൻ സംസാരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ശ്രുതി ഒന്നും പറയണ്ട. ശ്രുതി വിചാരിക്കും അശ്വിൻ്റെ അവിഹിത ബന്ധം എന്ന് വെച്ചിട്ട് പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ അകത്തുനിന്ന് ശ്രുതി അശ്വിനോട് പൊട്ടിത്തെറിക്കണൊക്കെ ഉണ്ട്. പിന്നെ ഒരു ബൊമ്മയാണെന്ന് അറിയുമ്പോൾ ശ്രുതി ആകെ ചമ്മി പോവാണ്. ഇത് ഹിന്ദിയിലൊരു സീനുണ്ട് ഇവരുടെ കല്യാണത്തിന് തലേന്നുള്ളതാണ്. പിന്നെ നല്ല അടിപൊളി റൊമാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. ഇവർക്ക് കുഞ്ഞൊക്കെ ജനിക്കും കേട്ടോ, ഒരു ആൺകുഞ്ഞൊക്കെ ജനിക്കുന്നൊക്കെ ഉണ്ട്. ഹിന്ദിയിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിലിപ്പോൾ അതൊന്നും ഇല്ലല്ലോ. പുതിയ കഥാപാത്രം വരുന്നപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണമായിരുന്നു സീരിയൽ അവസാനിപ്പിക്കാനുള്ള ഒരു പുറപ്പാടാണെന്ന്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ എല്ലാ സീരിയലും അവസാനിപ്പിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ പുതിയ കഥാപാത്രങ്ങൾ വരാറുണ്ട്. എന്നാലും ഈ സീരിയൽ ഇങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇതുപോലെ തന്നെയാണ് ചന്ദ്രകിലായിരുന്നു ചന്ദ്രകാന്തം നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാന്ത്വനം 1 അങ്ങനെ തന്നെയായിരുന്നു. ഏറെക്കുറെ എല്ലാ സീരിയലുകളും നല്ലൊരു സമയത്ത് തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. പക്ഷേ വല്ലാത്തൊരു ചതിയായിപ്പോയി. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടൊരു സീരിയലായിരുന്നു. എല്ലാവരെയും മിസ് ചെയ്യും. ഇതിൽ കമൻറ്റ് ഇടുന്ന എല്ലാവരെയും എനിക്ക് മിസ് ചെയ്യും. എല്ലാവരുടെ പേര് വരെ എനിക്കറിയാം കേട്ടോ. ഓരോരുത്തരുടെ പേരും ഇതിൽ ഫസ്റ്റ് മുതൽ കമൻറ്റ് ഇട്ടണ ഇന്ന് വരെ കമൻറ്റ് ഇട്ട ഓരോരുത്തരുടെ പേരും എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരും ഞാൻ മിസ് ചെയ്യും. എന്നാലും ഇത് തീരുമ്പോൾ വേറൊരു പുതിയ സീരിയലായിട്ട് ഞാൻ റിവ്യൂ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. മറ്റൊരു വീഡിയോ കാണാം. ബൈ.